കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ നമുക്കൊരു മുട്ട ബജി ഉണ്ടാക്കിയാലോ. വളരെ സോഫ്റ്റ് ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും നല്ല ബോൾ പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി മുട്ട ബജിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വളരെ സിമ്പിളാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടി, അതുപോലെ തന്നെ 1 സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ഇനി അതുപോലെ തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 കപ്പ് മൈദയാണ്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് കടലമാവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മാവൊന്ന് പൊരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ബോൾ പോലെ വരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ 2 സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 1 സ്പൂണ് ദോശമാവ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, ഒരു നുള്ളി സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ദോശമാവാണ് ചേർത്തിട്ടുള്ളത്. ദോശമാവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ ഒരു തിക്നെസ്സിൽ നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ സോഡാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മുട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വളരെ സിമ്പിളാണ്, ഇതിനെ ഒന്ന് മുക്കി ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല പോലെ പൊള്ളി വരുന്നത്. ഇതുപോലെയാണ് കടയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട ബജി ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ബോൾ പോലെ പൊള്ളി വരുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ല രീതിയിൽ ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. നല്ല ചൂടെണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊള്ളി വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. 2 സൈഡും നല്ല രീതിയിൽ മൊരിഞ്ഞു വരുമ്പോൾ നമുക്കത് കോരി മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്.